നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു AC യൂണിറ്റ് 2 വണ്ടിയിൽ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിൽ കുറച്ച് വെള്ളം നമുക്ക് എടുക്കാം. 2 ബസ്സിൻ്റെ മേലെയൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇതേപോലെ വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് ഒന്ന് കഴുകിയെടുക്കുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു AC യൂണിറ്റാണ്. അതുപോലെ തന്നെ വണ്ടി നമുക്ക് മുഴുവനായിട്ട് ഒന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട്. കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത പെയിൻറ്റിംഗ് ആണ് പണി. അതിന് മുന്നേ തന്നെ വണ്ടി ഒന്ന് ജസ്റ്റ് കഴുകി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്നത്തെ ഒരു വീഡിയോയിൽ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കവറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ്. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോയിൽ തന്നെ കവറിങ്ങും പെയിൻറ്റിങ്ങും കാണിക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് AC യൂണിറ്റും വണ്ടി കഴുകലും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ AC യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം ഈ ഒരു വീഡിയോയിൽ കാണുന്നതിലൊരു പീസ് നമുക്ക് ഫോം ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആ ഒരു ബസ്സിൽ ഏകദേശം നമ്മൾ വെച്ച് നോക്കിയ ആ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ബസ്സിൻ്റെ ഒരു ബേക്കിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു കാരിയറിൻ്റെ കുറച്ച് മുമ്പിലോട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ACൻ്റെ യൂണിറ്റ് വരിക. അപ്പോൾ ആ ഒരു ഏകദേശം അളവെടുത്തിട്ട് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു 2 അറ്റത്ത് വരുന്ന ഭാഗത്തും ഇതേപോലെ കുറച്ച് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന 2 ഭാഗം ബെൻഡ് ചെയ്തെടുക്കുക. 2mm ഫോം ഷീറ്റാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും പ്രശ്നമില്ല. ഇപ്പോൾ ചെറിയ വണ്ടി ആയതുകൊണ്ടാണ് 2mm ഫോം ഷീറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇതേപോലെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ 2 സൈഡിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു സൈഡിൽ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മളെ ആ ഒരു AC യൂണിറ്റിൻ്റെ ലുക്ക് വരുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ജോയിൻ്റൊക്കെ വരുന്ന ഭാഗത്ത് നന്നായിട്ടൊന്ന് ബ്ലേഡ് കൊണ്ട് ചെത്തിയിട്ടൊന്ന് സാൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നല്ല രീതിക്ക് തന്നെ ആ ബ്ലേഡ് കൊണ്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ട് സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ട് തന്നെ സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം AC യൂണിറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ പണി വരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിൽ വെച്ച് നോക്കാം. ഏകദേശം ഈ ഒരു കാണുന്ന ഒരു കാരിയർ, ആ ഒരു കാരിയറിന് തട്ടാണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ടാണ് ഈ ഒരു ACൻ്റെ യൂണിറ്റ് വരിക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു സർക്കിൾസ് നമുക്ക് ആവശ്യമുണ്ട്. ഒരു 6 സർക്കിൾസ് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത ഫോം ഷീറ്റിൻ്റെ പീസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വണ്ടിയുടെ AC യൂണിറ്റിന് 3 പീസ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒറിജിനൽ വണ്ടിക്ക് ഫാന് വരുന്നുണ്ട് ACക്ക്. അപ്പോൾ ആ ഒരു ഫാനാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ഉദ്ദേശിക്കുന്നത്. അധികം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്തൊരു വണ്ടി ആയതുകൊണ്ടാണ് ജസ്റ്റ് സർക്കിൾ മാത്രമായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഫാൻ രീതിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെ 3 പീസ് ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ആ ഒരു കാരിയറിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് നമുക്ക് ഈ 2 വണ്ടിയിൽ നമ്മൾ ACൻ്റെ യൂണിറ്റ് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലസ് കിക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ACൻ്റെ യൂണിറ്റ് ഇവിടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ആ ഒരു ലുക്കേ മാറി വണ്ടിയുടെ. ആ ഒരു ACൻ്റെ യൂണിറ്റൊക്കെ വരുന്ന സമയത്ത് വണ്ടിയുടെ ലുക്കേ മാറിയിട്ടുണ്ട്. അടുത്ത പണി വരുന്നത് പെയിൻറ്റിങ് ആണ്. അതിന് മുന്നേ വണ്ടി നന്നായിട്ട് വാഷ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ പുട്ടിയിട്ട് സാൻഡ് ചെയ്ത ടൈമിലുള്ള ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഗ്ലാസ്സിലും ഒരുപാട് സ്ഥലത്തൊക്കെ ഉണ്ടാകും. നമുക്ക് അതൊന്ന് നമ്മളെല്ലാ വണ്ടി ചെയ്യുമ്പോൾ പെയിൻറ്റിങ്ങിന് മുന്നേ ഒന്ന് കഴുകലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നും ഈ ഒരു 2 വണ്ടിയും കഴുകാം. അപ്പം ഈ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കാം. വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ അടിക്കല്. ഇപ്പോൾ ചെറിയ സൈസ് ഇല്ലാത്ത ചെറിയ വണ്ടിയല്ല, അതുകൊണ്ട് നമുക്ക് ഈ ഒരു കപ്പിൽ മതിയാവും. അപ്പം കപ്പിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. 2 വണ്ടിയും കുറച്ച് പേരുടെ സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ തന്നെ ഉണങ്ങിക്കോട്ടെ. നമ്മൾ പിന്നെ അത് ഉണക്കിയെടുക്കാൻ തോർത്താൻ നിൽക്കുന്നില്ല. അത് വെയിൽ കൊണ്ട് തന്നെ ഉണങ്ങിക്കോട്ടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് വെയിൽ തന്നെ വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു വെള്ളം നമുക്ക് ഈ ഒരു വണ്ടി നന്നായിട്ടുണ്ടെന്ന് കഴുകാം. മേലെ കൂടെ ഇങ്ങനെ ഒഴിച്ചാൽ മതി. നമ്മൾ ഗ്ലാസ്സൊക്കെ വെറ്റിയതുകൊണ്ട് ഉള്ളിലൊന്നും വെള്ളം കയറില്ല. പിന്നെ മുഴുവനായിട്ട് നമ്മൾ ഫോം ഷീറ്റാണ് ഉപയോഗിച്ചത്. പിന്നെ ആ സൈഡ് കറക്റ്റ് മാത്രമാണ് കാർബോർഡ് ഉപയോഗിച്ചത്. അവിടെ പിന്നെ ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഉള്ളിൽ വെള്ളമൊന്നും കയറില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ തന്നെ വെള്ളത്തിൽ മുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. വെള്ളം ഒഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. ഫോം ഷീറ്റ് ചെയ്ത വണ്ടിയായതുകൊണ്ട്. കാർബോർഡിലാണെങ്കിൽ വെള്ളം പരമാവധി തട്ടിക്കാണ്ട് വെക്കുക. കാരണം കാർബോർഡ് അലിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഫോം ഷീറ്റ് ആയതുകൊണ്ട് ധൈര്യത്തിൽ നമുക്ക് വെള്ളത്തിൽ മുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾക്ക് ചെറിയൊരു പേടി വെച്ചാൽ അവർ കറക്റ്റൻ കാർബോർഡ് ആയതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുക്കിയെടുത്താൽ ഒരു പ്രശ്നവും വരില്ല. ക്ലോത്ത് നനഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിക്കോളും. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡും ഒന്ന് കഴുകുക. ആ ഒരു ഗ്ലാസ്സിൽ പൊടി ഉണ്ടാവും. നമ്മളതിന് മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് മറക്കുമ്പം ആ ഒരു പൊടിയും ടേപ്പൊക്കെ ആയിട്ട് ഗ്ലാസ്സിൽ സ്ക്രാച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അടുത്തൊരു വീഡിയോ നമുക്ക് ഗ്ലാസ് കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് സ്പ്രേ പെയിൻറ്റ് വെച്ച് അടിപൊളിയായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഈ ഒരു വണ്ടി ഉണ്ടാക്കുന്ന ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എല്ലാ വീഡിയോസും കണ്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.